ഇറങ്ങി വാടാ ഇവിടെ, ഇറങ്ങി വാടാ ഇവിടെ. പട്ടേ, ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് എന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? നീ നോക്കിക്കോ, നിന്നെ നിന്റെ ഈ വാന്റെ പടയും ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലും ഉണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വേടാ. എന്താടാ നാരായണൻ, അതിനും മാറില്ലടാ. വാടാ, ഇറങ്ങി വേടാ. നീ എന്നെ പേടിപ്പിക്കണടാ. നീ പേടിക്കും, നീ എല്ലാം പേടിക്കും. ആണുങ്ങളെ പോലെ വന്ന നീ ഒക്കെ പേടിക്കും, നീ എല്ലാം പേടിക്കും, നിന്നെല്ലാം പറപ്പിക്കും. ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി പോവും. സാറ് പറഞ്ഞിട്ടാണ് എനിക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ വിവരം കെട്ടവർ വല്ലതുമൊക്കെ വിളിച്ചു കൂവിന്നിരിക്കും നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ജോലി അതല്ല. വിക്രം സർ, ഡ്രൈവർ വാസുവിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു സർ. അവൻ അവിടെ ഇല്ലെന്നാ അവന്റെ ഭാര്യ പറഞ്ഞ. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. സർ, നമുക്ക് ഓമനയുടെ ബോഡി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലോ? യെസ് യെസ്, വി വിൽ തിങ്ക് ഓഫ് ഇറ്റ്. ഹലോ, സേതുരാമൻ ഹിയർ. സോറി ഫോർ ഡിസ്റ്റർബ് യു അറ്റ് ദിസ് ലേറ്റ് നൈറ്റ്. വാസുവിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് സർ? ടൗണിലുള്ള ഹോട്ടൽ പ്രശാന്തിൽ, റൂം നമ്പർ 108 ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങളാരാ? സാർ അവനെ ശ്രദ്ധിച്ചില്ലേ? There is no reaction on his face. See, he is taking that paper. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസു ഒളിവിൽ. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. അമ്പട, അവനെ പറ്റിയുള്ള വാർത്തകൾ വായിച്ചിട്ട് പോലും there is no reaction. ഓമന കൊലക്കേസ്, ഔസേപ്പച്ചന്റെ വാടക കൊണ്ടയായ ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. He is a hard nut, won't crack so easily. Hari, bring him to my room. യെസ് സർ. ഓമനയുടെ മരണം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താൻ ഔസേപ്പച്ചനുമായി വീട്ടിലെത്തിയത്? 10 മണി കഴിഞ്ഞ് കാണും. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഈ വാച്ച് ഉണ്ടായിരുന്നുകൊണ്ട്. ഓമനയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. അതിന് തനിക്കുള്ള പങ്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. താനുള്ള സത്യം തുറന്നു പറഞ്ഞാൽ
തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മാപ്പ് സാക്ഷിയായാൽ കോടതിക്ക് അലിവ് തോന്നി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. എല്ലാ തെളിവുകളും സാറിന്റെ പക്കലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സാറേ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? എല്ലാം സാറ് തന്നെ തീരുമാനിച്ചാ പോരെ. ഹരേ ടേക്ക് വിക്രം സർ. ഇനി അവന് ജലപാനം കൊടുക്കണ്ട. 24 മണിക്കൂർ പട്ടിണി കിടക്കും. പിന്നീട് നമുക്ക് നോക്കാം. സർ. പിന്നൊരു കാര്യം, വാസുവിനെ ഇതുവരെ CBI കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? സർ. അതുകൊണ്ട് ഔസേപ്പച്ചന്റെ വീട്ടിലും വാസുവിന്റെ വീട്ടിലും പതിവ് പോലെ വാസുവിനെ അന്വേഷിച്ചെല്ലണം. സർ. ബാങ്ക്. ആരാ മനസ്സിലായില്ലല്ലോ? വാസുവിന്റെ ഭാര്യയാ. വാസു ഇല്ലേ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കാ? എനിക്ക് അറിഞ്ഞൂടാ സാർ. 2 ദിവസമായി പോയിട്ട്. സാറ്? ഞാൻ വിനായക ബാങ്കിൽ നിന്നാ. വാസു അവിടെ കുറച്ച് സ്വർണം പണയം വെച്ചിരുന്നു. അത് ഉടനെ എടുത്തില്ലെങ്കിൽ ലേലം ചെയ്യും. അത് പറയാൻ വന്നതാ. ഞാനത് കൊണ്ടുപോവുകയാണ്. സാർ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? നോ. താങ്ക് യു. ഇതൊക്കെ ചേച്ചിയുടേതാണോന്ന് എനിക്ക് അറിയില്ല സാർ. ചിലപ്പോ ഇതെല്ലാം അവര് വാങ്ങിച്ചു കൊടുത്തായിരിക്കും. ഇത് ചേച്ചിയുടേതാണല്ലോ. ഞാൻ വരട്ടെ. സർ, SP വിളിക്കുന്നു. സാർ. എന്തായി? ഷാൽ ഐ ഡിമാൻഡ് ഫോർ ദ അറസ്റ്റ് വാറന്റ്? വരട്ടെ സാർ. വൈ? നൗ ഇറ്റ് ഇസ് ക്രിസ്റ്റൽ ക്ലിയർ. വാസുവിന്റെ മൊഴി വരെ അവരെ അറസ്റ്റ് ചെയ്യാൻ. അതല്ല സാർ, ചില പോയിന്റ്സ് ലിങ്ക് ആവുന്നില്ല. Then tell me. സണ്ണിയുടെ മൊഴി പ്രകാരം സംഭവ ദിവസം സണ്ണി വീട്ടിൽ നിന്ന് പോകുന്നത് രാത്രി 8 മണിക്കാണ്. പോകുന്നതിന് മുമ്പ് ഓമനയും സണ്ണിയുമായി വഴക്ക് നടന്നു. സണ്ണി അവളെ അടിച്ചു. അടി മർമ്മത്ത് കൊണ്ടതുകൊണ്ട് ഓമന മരിച്ചു. പക്ഷേ ഓമന മരിച്ച വിവരം അപ്പോ സണ്ണിക്ക് അറിയില്ല. Yes. അങ്ങനെയാണെങ്കിൽ ഓമനയുടെ മരണം നടന്നത് ഉദ്ദേശം രാത്രി 8 മണിക്കാണ്. Yes. It is clear. വാസു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഔസേപ്പച്ചൻ രാത്രി 10 മണിക്ക് ശേഷം വീട്ടിലെത്തുന്നു. മുറിയിൽ മരിച്ചു കിടക്കുന്ന ഓമനയെ കാണുന്നു. മകനെയും മരുമകനെയും നാരായണനെയും വിളിച്ചു വരുത്തുന്നു. മകന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം മറച്ചു വയ്ക്കാൻ വേണ്ടി ഓമനയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്നു. ഇനി പറയുന്നത് സാർ ശ്രദ്ധിച്ചു കേൾക്കണം. 8 മണിക്ക് ഓമനയുടെ മരണം നടക്കുന്നു. 10 മണിക്ക് ശേഷം ബോഡി താഴേക്കിടുന്നു. അപ്പോ മരണം നടന്ന സമയവും താഴേക്കിട്ട സമയം തമ്മിൽ ഉദ്ദേശം 2 മണിക്കൂറിൽ കൂടുതൽ ഗ്യാപ്പുണ്ട്. പക്ഷേ ഓമനയുടെ ബോഡിക്ക് ചുറ്റും രക്തം തളം കെട്ടി കിടപ്പുണ്ടായിരുന്നതാനും. Yes. Correct. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര നേരം ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കും? 1 മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം 1.25 മണിക്കൂർ. അതിൽ കൂടുതൽ സമയം ഡെഡ് ബോഡിയിൽ ഹീറ്റ് നിൽക്കാറില്ല. ഹീറ്റ് ഇല്ലെങ്കിൽ ഉടൻ രക്തം കട്ടിയാവും. അങ്ങനെയാണെങ്കിൽ 8 മണിക്ക് മരിച്ച ഓമനയുടെ ശരീരം 10 മണിക്ക് ശേഷം വലിച്ചെറിഞ്ഞിട്ടും, അതായത് മരണം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ബോഡിക്ക് ചുറ്റും എങ്ങനെ രക്തം തളം കെട്ടി നിന്നു? അത് ശരിയാ. കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞതനുസരിച്ച് രാത്രി 8 മണി മുതൽ 9:45 മണി വരെ അവിടെ മഴ പെയ്തിരുന്നു. അപ്പോ ഓമന എപ്പോ മരിച്ചിരുന്നാലും ശരി, ഓമനയുടെ ഡെഡ് ബോഡി താഴേക്കിടുന്നത് മഴയ്ക്ക് ശേഷമാണ്. കാരണം മഴയത്തായിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിൽ അതിന്റെ മാർക്കുകൾ ഉണ്ടായിരുന്നേനെ. പക്ഷെ ഉണ്ടായിരുന്നില്ല. ഫോർ ദാറ്റ് വി ഹാവ് പ്രൂഫ്. അങ്ങനെ നോക്കുമ്പോ ഔസേപ്പച്ചൻ 10 മണിക്ക് വീട്ടിലെത്തി എന്ന് വാസു പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം. ഉദ്ദേശം 10:30 മണിയോടുകൂടിയാണ് വാസു ഡെഡ് ബോഡി താഴേക്കിട്ടത്. Yes. ദാറ്റ് മീൻസ് ഓമനയുടെ മരണം നടന്നിരിക്കുന്നത് ഉദ്ദേശം 9:15-നും 10:30-ക്കും ഇടയ്ക്കായിരിക്കണം. സപ്പോസ് സണ്ണി പോയത് 9:15-നോ അതിന് ശേഷമാണെങ്കിലോ? അതിന് നമുക്ക് തെളിവില്ല. 8 മണിക്ക് പോയി എന്നുള്ളത് അവർക്ക് വല്ല തെളിവ് ഇല്ല. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. സണ്ണി 8 മണിക്കാണോ വീട് വിട്ടു പോയത്? സണ്ണി ഓമനയെ അടിച്ചോ? ആ അടിയാണോ ഓമനയുടെ മരണത്തിന് കാരണം? ഇതൊക്കെയാണ്. പക്ഷേ വാസു പറഞ്ഞതിൽ നിന്നും നമുക്ക് സണ്ണിയല്ലേ സംശയിക്കാൻ പറ്റൂ? സാർ, വാസുവിന് കേട്ടറിവേ ഉള്ളൂ, കണ്ടറിവില്ല. ഓമന മരിച്ചതിന് ശേഷം നാരായണൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ വാസുവിന് അറിയൂ.
അപ്പോൾ സണ്ണിയുടെ അടിയേറ്റല്ല ഓമന മരിച്ചതെങ്കിൽ പിന്നെ സാർ നമുക്ക് ആ ഔസേപ്പച്ചനെ സംശയിച്ചൂടെ? പറയാറായിട്ടില്ല. ദാറ്റ് ഈസ് യെറ്റ് ടു ബി ഫൗണ്ട് ഔട്ട്.